ഇദ്ദേഹത്തിന് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈസ് ഫ്രം CBI. മീര അല്ലേ? അതെ. മീരയാണ് ഇപ്പൊ ഫാക്ടറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ? അത് അതെ. ആർമിയിലായിരുന്ന മുത്തച്ഛൻ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? അധികമായിട്ടില്ല. എന്ന് വെച്ചാൽ മീരയുടെ ഡാഡിയും മമ്മിയും ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതിന് മുമ്പോ പിൻപോ? ഏറ്റവും താഴെയുള്ള കുട്ടി മഞ്ജു അല്ലേ? ആ കുട്ടിക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയോ? സോറി മിസ്റ്റർ മാത്യു ജോൺ, ആ കുട്ടിയെ എംബാരസ് ചെയ്യിക്കണ്ട. ക്ലാസ് നടക്കുന്ന അവസരത്തിലാവുമ്പോ. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മീര ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. വീട്ടിലോട്ട് വന്ന ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ ഓഫീസിലൊന്ന് വന്നൂടെ? എന്താണ് സർ കാര്യം? കാര്യമില്ലാതെ ഞാൻ മീരയെ കാണാൻ വരില്ലല്ലോ. എന്നാൽ മീര വയ്ക്കുള്ളൂ. മിസ്റ്റർ മാത്യുവിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം. യെസ് സർ. കുര്യച്ചിന്റെ ഡ്രൈവിംഗ് കൊള്ളാം, പക്ഷെ ക്ലച്ച് എടുക്കുന്ന കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം. അങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങണോ? അങ്ങോട്ട് ഇറങ്ങാൻ. ഫാക്ടറിയിലേക്കാന്നും പറഞ്ഞ് കാറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നോ? ഇത് കുര്യച്ചന്റെ സ്ഥലമാണോ? നല്ല സ്ഥലം, തൊട്ടടുത്തെങ്ങും ആരുമില്ല. ഇവിടെ ആവുമ്പോ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് അകത്ത് കയറി പോവില്ലല്ലോ. എന്താ ഇത്ര അധികം പറയാനുള്ളത്? അധികം പറയാൻ ഇടയാക്കരുത്. ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ല. വിശ്രമ ജീവിതം. മരിക്കുന്നവരെ അല്ലലില്ലാതെ കഴിയണം. അതിന് എത്ര തുക വേണ്ടി വരും? അത് കുര്യച്ചൻ തരാൻ പോവാണോ? ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക. കുട്ടികളവിടെ പേടിച്ച് കഴിയാണ്. ദയവ് ഇത് അവരെ വെറുതെ വിട്. എന്താ കുര്യച്ച കുട്ടികളെ പോലെ കുര്യച്ചനും വിവരമില്ലാതെ സംസാരിക്കുന്നത്? ഞാനൊരിക്കൽ വ്യക്തമാക്കിയതല്ലേ അവർക്ക് ദുസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവരെന്നെ തള്ളി പറയുന്നതെന്ന്. നാക്കുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ രക്തബന്ധം? രക്തബന്ധത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആയേ, പിന്നെന്താ പ്രശ്നം? ഈ മുത്തച്ഛന്റെയും പേരക്കുട്ടിയുടെ ഇടയ്ക്ക് കുര്യച്ചന് എന്ത് കാര്യം? ഓ, ഞാൻ വിചാരിച്ചതിലും എത്രയോ വലിയ കള്ളനാ നിങ്ങൾ. ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട്? കുര്യച്ച, ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. മിസ്റ്റർ മുത്തച്ഛൻ, ഇതെന്താണെന്നറിയാമോ? ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള കത്ത. മോഹൻദാസിന്റെ അച്ഛൻ മിസ്റ്റർ കരുണാകര മേനോൻ 12 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ശത്രുക്കളുടെ തടവിൽ വെച്ച് തന്നെയായിരുന്നു അത്. അന്ന് തന്നെ അവരാ വിവരം പഴയ വിലാസത്തിൽ അറിയിച്ചിരുന്നു. നാട് വിട്ടുപോന്ന മോഹൻദാസ് അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. കുര്യച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. ഇത് വിശ്വസിക്കുന്നുണ്ടോ? വടി വടി പോലെ നിൽക്കുന്ന കരുണാകര മേനോന്റെ മുമ്പിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുര്യച്ചന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു. അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? മാഷേ, ഒരു തവണ കുട്ടികൾ പറഞ്ഞു, ഞാൻ പറയുന്നത് 2ാമത്തെ തവണയാ. എന്നിട്ടും വീട് വിട്ടു പോകാൻ മാഷ് തയ്യാറാവുന്നില്ല. വേണ്ട, പോലീസിലൊരു കംപ്ലൈന്റ്. അവർ വന്ന് ജീപ്പ് കയറ്റി കൊണ്ടുപോകും. പക്ഷെ അതിലൊരു കുഴപ്പമുള്ളത്, ചിലപ്പോ കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വരും. വയസ്സുകാലത്ത് അത് ഒഴിവാക്കി കൂടെ? പോലീസ് വരുവോ? നന്നായി. ആ വഴിയാണ് ഏറ്റവും നല്ലത്. എനിക്കും പോലീസിനെ കണ്ടിട്ട് കാര്യമുണ്ട്. അവര് വന്ന കുര്യച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുള്ളത്, കുറച്ച് ദിവസമല്ല, കൂടുതൽ നാളെ വേറൊരാള് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല, അതിന്റെ അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങള് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട്. ശരിയായിക്കൊള്ളണമെന്നില്ല. അതായത് നല്ല നിലയിൽ നടക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു എം ഡിക്ക് വിശ്വസ്തനായ GM. ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ GMന് തോന്നി, ഞാനും ഒരു മനുഷ്യനല്ലേ, അല്പം മുടക്കുമുതൽ കൈവശമുണ്ടെങ്കിൽ ഈ ബിസിനസ് വേറെ തുടങ്ങിക്കൂടെയെന്ന്. അങ്ങനെ വലിയൊരു തുക തിരിമറി നടത്തി MD അത് കണ്ടുപിടിച്ചു. പ്രശ്നമായി. ബാങ്കിൽ അടയ്ക്കേണ്ട തുകയായിരുന്നേ. ഇത്രാം തീയതി പണം തിരിച്ചടച്ചുകൊള്ളണമെന്ന് MD GMന് അന്ത്യശാസനം നൽകി. ആ തീയതിയുടെ തലേദിവസമായിരുന്നു MDയും ഭാര്യയും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകം. മർഡർ. എ വെൽ പ്ലാൻഡ് മർഡർ. പലരും മറന്നു തുടങ്ങിയ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തി എങ്ങനെയാണെന്ന് കുര്യച്ചൻ അത്ഭുതപ്പെടുന്നുണ്ടാവും. യാദൃശ്യമായ സംശയങ്ങളായിരുന്നു ആദ്യം, പിന്നെ എല്ലാം വ്യക്തമായി. ഫാക്ടറി അക്കൗണ്ടന്റിനെയും ജോലിക്കാരെയും എല്ലാം ഞാൻ വിസ്തരിച്ചിരുന്നു.
കുര്യച്ച മോനെ, നീ ഇരുമ്പഴി എണ്ണും. തമിഴ്നാട്ടിൽ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്റെ ഫാക്ടറി കെട്ടിടം ഉയരുന്നത് എങ്ങനെയാണ്? നീ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊന്നും പുറത്തറിയില്ലെന്ന് വിചാരിച്ചാൽ ഞാനൊരു വയസ്സനല്ലേ, എന്നെ ദേഹോദരം ഏൽപ്പിക്കരുത്. നമുക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലായി. എന്നെ ഇത്രയും പരസ്യമായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമല്ലേ? എനിക്ക് തന്നെ ദ്രോഹിക്കണമെന്നില്ല. താൻ തട്ടിയെടുത്തതിന് ഒരു മോശമല്ലാത്ത തുക എനിക്കിങ്ങി തന്നാൽ മതി, ഞാൻ അപ്പോഴേ സ്ഥലം വിട്ടേക്കാം. ഇതിനെപ്പറ്റി ഒരു തീരുമാനം അറിയാനാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത്, അല്ലാതെ ഞാൻ അവറ്റകളുടെ മുത്തച്ഛനായതുകൊണ്ടൊന്നുമല്ല. എന്താണോ ഇത്രയും ആലോചിക്കാൻ? റിലാക്സ്, റിലാക്സ്. കഴിഞ്ഞത് കഴിഞ്ഞു. കരഞ്ഞതുകൊണ്ട് പോയവർ തിരിച്ചു വരില്ലല്ലോ. ട്രൈ ടു മേക്ക് അപ്പ് യുവർ മൈൻഡ്. വി ഷാൽ മീറ്റ് അഗൈൻ സൂൺ. എന്തു പറ്റി? ഏതാ ജീപ്പ്? ചേച്ചി എന്താ വല്ലാതിരിക്കുന്നേ? നമ്മുടെ മമ്മീന്റെ ഒരു ആക്സിഡന്റ് ആയതല്ല, ഒരു ആക്സിഡന്റ് പെടുത്തിയതാ. കുര്യച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. എത്ര കാലം കഴിഞ്ഞാൽ മരിക്കാന്നറിയില്ലല്ലോ, അതുവരെ ജീവിച്ചു പോകണ്ടേ. കൂടുതൽ സംസാരിക്കണ്ട. അതായത് എടുത്തോണ്ട് പോകണം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത്. ഇല്ലില്ല, പരമേശ്വരൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. എണ്ണുന്നില്ല, തന്നെ എനിക്ക് വിശ്വാസം. ആ, നമ്മൾ തമ്മിലുള്ള വാക്കനുസരിച്ച് ഇന്ന് രാത്രി തന്നെ വണ്ടി കയറുക. താങ്ക്സ് എ ലോട്ട്. എന്തോന്നാ വിരിച്ചേ പോലീസുകാരൊക്കെ? എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണോ? യെസ്. ഈ പെട്ടിയിൽ എന്താണ്? ഞാൻ പറയാം. ഇതിനകത്ത് കുറച്ച് പണമാണ് കുര്യച്ചൻ തന്ന. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് കുര്യച്ചൻ എനിക്ക് പണം തരുന്നത്? കൈക്കൂലിയാ. കുര്യച്ചൻ കാണിച്ച അക്രമങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി. കുര്യച്ചനെ അറസ്റ്റ് ചെയ്യാൻ ഇനി സാറുമാർക്ക് ഭയമുണ്ടോ? അനധികൃതമായ പണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോറി കുര്യച്ച, താൻ കാരണം ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായി. അതിന്റെ ശിക്ഷ താൻ അനുഭവിച്ചേ പറ്റൂ. ഫാക്ടറി കണക്കുകളിലെ കൃത്രിമം പാർത്ഥസാരഥി ചൂണ്ടിക്കാണിച്ചപ്പോഴേ മൊത്തം കാര്യങ്ങൾ ഞാൻ CBI അറിയിച്ചാണ്. ഈ മോഹൻദാസിന്റെ ശ്രീദേവിയുടെയും കാറടിപ്പിക്കാൻ കുര്യച്ചനൊരു ലോറി ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ, അയാൾ എവിടെ? അയാളെ ലോക്കപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വളരെ വളരെ മുന്നേറി കഴിഞ്ഞെന്ന്? കുട്ടികൾ വരെ എനിക്കെതിരായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് പോകാതിരുന്നത് ദാ ഈ ദിവസത്തിന് വേണ്ടിയാണ്. സാറെവിടെ? അകത്ത് പോയ ആളെ പിന്നെ പുറത്തു കണ്ടില്ല. മീര ചേച്ചി ഇങ്ങോട്ട് വന്നോ? ദാ, ചേച്ചി, അങ്കിൾ പാക്ക് ചെയ്യാ. എവിടേക്ക് പോകുന്നെന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞില്ല. ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഒന്നും എടുത്തിട്ടില്ല, പഴയ തുണികളാ. പരിശോധിക്കാം. സാറിപ്പോ എവിടേക്കാണ്? അത് ഇനി വേണം തീരുമാനിക്കാൻ. ഈ ഫാക്ടറി ഒരു കരക്കടുപ്പിക്കാൻ താൻ വിചാരിച്ച് നടക്കും. ഈ കുട്ടികൾക്കൊരു കാര്യപ്രാപ്തി ആകുന്ന വരയ്ക്കെങ്കിലും തന്റെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. അപ്പോ സാറിനെ പോകാണ്. അങ്കിൾ ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? അതിന് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അങ്കിൾ പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ഞാൻ പോകേണ്ടവനാണല്ലോ. അല്ല, അങ്കിൾ ഞങ്ങളുടെ മുത്തച്ഛനാ. അങ്കിൾ അല്ലാതെ ഞങ്ങൾക്ക് ഇനി ആരുമില്ല. അതൊക്കെ വെറും തോന്നലല്ലേ മക്കളെ. നിങ്ങളുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഒന്നുമല്ല അങ്കിള് പോകുന്നത്. വിശാലമായ ഈ ലോകത്ത് ഇനിയും കാണാൻ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഏതോ മുൻനിശ്ചയം പോലെ പെരുവഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ഇനി വല്ലപ്പോഴും കാണാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിലനിൽക്കാൻ തൽക്കാലം നമ്മൾ പിരിയുന്നതാണ് നല്ലത്. പോട്ടെ.
പ്ലീസ് അങ്കിൾ, ഞങ്ങളെ തനിച്ചാക്കിട്ട് പോകരുത്. പിന്നെ കാണാം. വരട്ടെ മോളെ. പോലെ മുത്തച്ഛ